ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ ഒരു കലഹം ഉണ്ടായി നിൽക്കുന്ന സമയത്ത് തന്നെ ചൈനയുമായി ഇന്ത്യ കൂടുതൽ അടുക്കുകയാണ്. പ്രത്യേകിച്ചും കസാനിൽ കഴിഞ്ഞ വർഷം ഉണ്ടായ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിൽ ഉണ്ടായിട്ടുള്ള ബന്ധത്തിൽ വലിയ പുരോഗതി ഉണ്ടെന്നുള്ള കാര്യമാണ് വിദേശകാര്യ മന്ത്രാലയം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി വ്യാപാര രംഗത്തും വാണിജ്യ രംഗത്തും നിക്ഷേപങ്ങളിലുമെല്ലാം കൂടുതൽ പുരോഗതി, ഒരുമിച്ച് മുന്നേറാൻ വേണ്ടിയിട്ടുള്ളൊരു പൊതുധാരണ നരേന്ദ്രമോദിയും ഷീ ജിൻപിങ്ങിനും തമ്മിലുണ്ടായിട്ടുള്ള ആ ഉഭയകക്ഷി കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഏറെ നാളെ, ഏകദേശം 5 വർഷക്കാലമായി ഇന്ത്യ നിർത്തിവെച്ചിരിക്കുന്ന ചൈനയിലേക്കുള്ള നേരിട്ടുള്ള വിമാന സർവീസ് അത് പുനരാരംഭിക്കാൻ പോകുന്നു. ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യമുണ്ട്. മാത്രമല്ല, അടുത്ത വർഷം 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയാണ്. ആ കൂടിക്കാഴ്ചയിലേക്ക് ചൈനീസ് പ്രസിഡന്റിനെ മോദി തന്നെ നേരിട്ട് സ്വാഗതം ചെയ്തിരിക്കുകയാണ്, ക്ഷണിച്ചിരിക്കുകയാണ്. വരാം, ആ ഉച്ചകോടിയിൽ ഉറ്റുനോക്കുന്നു കാഴ്ചകൾക്കും അതുപോലെ തന്നെ കൂടുതൽ ചർച്ചകൾക്കും എന്നുള്ള കാര്യമാണ് ഷീ ജിൻപിങ്ങും വ്യക്തമാക്കിയിരിക്കുന്ന മറ്റൊരു കാര്യം. ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ഭീകരവാദവും അതുപോലെ തന്നെ ന്യായമായിട്ടുള്ള വ്യാപാരം അടക്കമുള്ള വിഷയങ്ങളിൽ, ഭീകരവാദമാണെങ്കിൽ അതിനെ ഒരുമിച്ച് എതിർക്കാൻ വേണ്ടി ഒരു ധാരണയുണ്ടായിട്ടുണ്ട്. ഒരുമിച്ച് ഇന്ത്യയും ചൈനയും എതിർക്കും. അമേരിക്കയുമായി ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ന്യായമായിട്ടുള്ള വ്യാപാരം, അതിലും ഒരു പൊതുനില സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയും ചൈനയും ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യ ചൈന ബന്ധത്തിൽ ഒരു പുരോഗതി ഉണ്ടാകുന്ന സമയത്ത് അത് ആകമാനം, ഏഷ്യയിൽ ആകമാനമുള്ളൊരു വളർച്ചയിലേക്കും, മാത്രമല്ല ഇന്ത്യയിലെയും ചൈനയിലെയും ഏകദേശം 2.8 ബില്യൺ ജനങ്ങളുടെ ആകമാനമുള്ള പുരോഗതിയിലേക്കും അത് പോകുമെന്നുള്ള കാര്യം കൂടിയാണ് ഇത് നേതാക്കളും ഇരു രാജ്യങ്ങളും മന്ത്രാലയങ്ങളും എല്ലാം തന്നെ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.